ജീവിത യാഥാർത്ഥ്യങ്ങളെ ഞാൻ തൊട്ടറിഞ്ഞപ്പോഴേക്കും കാലത്തിൻ്റെ ക്യാൻവാസിൽ ഞാൻ വരച്ച ചിത്രങ്ങളെല്ലാം മാഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ സ്നേഹിച്ചവർ, എന്നെ ഇഷ്ടപ്പെട്ടവർ, അവരെല്ലാം എനിക്ക് നഷ്ടമായപ്പോൾ എൻ്റെ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം വെറും നിഴൽക്കൂത്തുകൾ മാത്രമാണെന്ന് എനിക്ക് തോന്നി. പ്രണയം സുന്ദരമായ പദമാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളുമായി കൗമാരകാലത്ത് പ്രണയിക്കാത്തവർ വിരളമാണ്. എന്നാൽ എല്ലാം മറന്ന് ഏകനായി ഇരുളടഞ്ഞ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ഓർമ്മകളിൽ ആ ഭൂതകാലമുണ്ടായിരുന്നു. അന്നത്തെ രാവുകളിൽ, പകലുകളിൽ, എൻ്റെ സ്വപ്നങ്ങളിൽ സുഗന്ധം പരത്തിയിരുന്ന ആ പ്രണയം ഒരു സുഖമുള്ള നോവായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു. അല്ല, ഇന്നത്തെ കാലത്ത് ഫോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മാഷിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പെട്ട പാട്. എൻ്റെ പൊന്നോ. അല്ല ഡാനി മാഷേ, നിങ്ങൾ എന്തിനാണ് വര നിർത്തിക്കളഞ്ഞത്? അവാർഡൊക്കെ കിട്ടി വലിയൊരു കലാകാരനല്ലേ? അവാർഡ് ഒരു അംഗീകാരമാണ്, പ്രോത്സാഹനവുമാണ്. പക്ഷെ കലാകാരന്റെ സാഹചര്യം ചുറ്റുപാടുമല്ലേ പ്രധാനം. ഉവ്വ. പിന്നെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, 2 ദിവസം കഴിഞ്ഞ്. അന്ന് മാഷ് മുങ്ങിക്കരുത് കേട്ടോ. അവര് നേരത്തെ എത്തിയല്ലോ. വാ മക്കളെ. മാഷേ, ഇതെന്റെ ബാംഗ്ലൂരിലുള്ള സുഹൃത്തിന്റെ മക്കളാ. ഞങ്ങളൊക്കെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. പപ്പ വന്നില്ല അല്ലേ? നാളെ വരുമെങ്കിലേ. ആന്റി ശ്രീകുട്ടനൊക്കെ എവിടെയാ? അവരകത്തുണ്ട്. വാ. എടി പാറു, ഒന്നിങ്ങ് വന്നേ. ഈ വലിയ ബാഗ് എടുക്കണം. അത് പിന്നെ എടുക്കാം. മമ്മി ഇങ്ങോട്ട് വരുന്നുണ്ടോ? അത് ഞാൻ എടുത്തു വെച്ചോളാം. ഇങ്ങ പോരൂ. മാഷേ, ഞാനിപ്പോ വരാം. വാ മക്കളെ, ഇങ്ങ് വാടാ. കണ്ടോ നീ കണ്ടുവോ, ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? കണ്ടോ നീ കണ്ടുവോ, ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? കുറ്റപ്പെടുത്തി ഞാനെന്നത് സത്യം, അന്ന് തെറ്റി ധരിച്ചതാണെന്നത് വാസ്തവം. കുറ്റപ്പെടുത്തി ഞാനെന്നത് സത്യം, അന്ന് തെറ്റി ധരിച്ചതാണെന്നത് വാസ്തവം. കണ്ടോ നീ കണ്ടുവോ, ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? എന്താ? അതെ, നീ അപർണയെ കാണാൻ പോണതല്ലേ? ഒറ്റയ്ക്കങ്ങ് പോയാ മതി. ലാലു അല്ലടാ, തത്ത ലാലു. പോടാ.
അന്ധമാം പ്രണയമാണെനിക്കെന്ന് നിന്നോട് സ്വന്തവും ബന്ധവും വേണ്ടെന്നു വച്ചതും. അന്ധമാം പ്രണയമാണെനിക്കെന്ന് നിന്നോട് സ്വന്തവും ബന്ധവും വേണ്ടെന്നു വച്ചതും. നീ എന്ന ചാരുത എൻ ഹൃത്തടങ്ങളിൽ ഭ്രാന്തമാവേശമായിരുന്നു. നീ എന്ന ചാരുത എൻ ഹൃത്തടങ്ങളിൽ ഭ്രാന്തമാവേശമായിരുന്നു. ചിന്തയിൽ ചന്ദന സുഗന്ധവും നീ കണ്ടോ, നീ കണ്ടുവോ? ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? എന്താ? ഞാൻ അവിടെ കണ്ടേക്കാം. എന്താ? അപർണ, ഞാൻ നാളെ ചിത്രരചന പഠിക്കാൻ ടൗണിലേക്ക് പോവാ. ഇനിയൊന്നും കാണാൻ പറ്റില്ല. കത്തയക്കണം കേട്ടോ. അയ്യോ, വാ 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 വാ. സ്വപ്നങ്ങളാലെ നീയൻ മാനസത്തിൻ്റെ രാഗമായി താളമായി തീർന്നിരുന്നു. സ്വപ്നങ്ങളാലെ നീയൻ മാനസത്തിൻ്റെ രാഗമായി താളമായി തീർന്നിരുന്നു. അറിയാതെ നെഞ്ചിൽ നീ നെയ്തൊരോർമകൾ മനതാരിൽ മലർവാടി തീർത്തിരുന്നു. അറിയാതെ നെഞ്ചിൽ നീ നെയ്തൊരോർമകൾ മനതാരിൽ മലർവാടി തീർത്തിരുന്നു. എൻ ജീവന്റെ സ്പന്ദനമായിരുന്നു. കണ്ടോ, നീ കണ്ടുവോ? ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? സത്യം പറ. പോടാ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഞാൻ എന്നാ ശരി. ഞങ്ങളുടെ ലാസ്റ്റ് വാണിങ്ങാ. ചെയ്തെന്നറിയാവോ? എന്ത് പറ്റിയടാ? അമ്മ വിട്ടരുത്. അമ്മയും കൂടെ അറിഞ്ഞോടല്ലോ ഈ തോന്നിവാസങ്ങളൊക്കെ. എന്താ ചെയ്തെന്ന് മോളെ വിളിച്ച് ചോദിച്ചു നോക്ക്. തുറന്നു പറയടാ. ഓ, അറിഞ്ഞ അങ്ങോട്ട് മല മറിക്കും. മോനെ സുധി, എന്താടാ? അപർണ, രണ്ട് മതവിശ്വാസങ്ങളിൽ ജീവിച്ച നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ പ്രണയം അംഗീകരിക്കാനായില്ല. എന്നാൽ മുതിർന്നപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനും കണ്ടുമുട്ടലുകൾക്കും ഒരു ഭംഗവും വന്നില്ല. പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത്? ദൂരെയായിരുന്നപ്പോഴും ഞാൻ ഒടുവിലയച്ച കത്തുകൾക്ക് നിന്റെ മറുപടി കിട്ടാതിരുന്നപ്പോൾ അന്ന് ഞാൻ നിന്നെ എവിടെയൊക്കെയോ തിരിഞ്ഞു. അവസാനം ആരോ പറഞ്ഞതിന്നോർക്കുന്നു ഞാൻ, നഷ്ടപ്രണയമാണെന്നും മനോഹരമെന്നതും. ആരോ പറഞ്ഞതിന്നോർക്കുന്നു ഞാൻ, നഷ്ടപ്രണയമാണെന്നും മനോഹരമെന്നതും. ആ മനോഹാരിത അതിതീവ്ര ഭാരത്താൽ നോവുമെന്നാത്മാവിൽ സംഗീതമാ. ആ മനോഹാരിത അതിതീവ്ര ഭാരത്താൽ നോവുമെന്നാത്മാവിൽ
സംഗീതമാ കഥനം നിറയുമെന്നകതാരിലൊരു തേങ്ങല. കണ്ടോ നീ കണ്ടുവോ ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? കുറ്റപ്പെടുത്തി ഞാനെന്നത് സത്യം, അന്ന് തെറ്റി ധരിച്ചതാണെന്നത് വാസ്തവം. കുറ്റപ്പെടുത്തി ഞാനെന്നത് സത്യം, അന്ന് തെറ്റി ധരിച്ചതാണെന്നത് വാസ്തവം. കണ്ടോ നീ കണ്ടുവോ ഇന്നും ഞാനേകനാണെന്ന് നീ കണ്ടുവോ? ഡാനി, മനസ്സിലായോ? ലാലു, തത്ത ലാലു. ലാലു അല്ലടാ, തത്തലാലു. തത്തലാലു. അപർണ എല്ലാം പറഞ്ഞു. എന്നെ വെറുക്കരുത്. സോറി.